ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണമൊന്നുമല്ല. എക്സാം ഉണ്ടായിരുന്നു, മെഡിക്കൽസൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ മെഡിക്കൽസും ഓക്കെ ആയി, എക്സാംസ് രണ്ടും പാസ്സായി. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ ടുണീഷ്യയിലേക്ക് തിരിച്ച് പോക്കുമായി. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചത്, അതായത് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അതായത് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് പൈലറ്റായിട്ട് കുറേ കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ എയർക്രാഫ്റ്റിൽ കയറുമ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, പേടിയുണ്ടായിരുന്നോ അതോ സന്തോഷം ഉണ്ടായിരുന്നോ എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാ സുഖം, റാത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഏവിയേഷൻ ജേർണി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ പൈലറ്റ് ആവുക എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഏവിയേഷൻ ജേർണി തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഏപ്രിൽ 15-നായിരുന്നു ഞാൻ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അഡ്മിഷനൊക്കെ അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ അഡ്മിഷനൊക്കെ എടുത്ത് മെഡിക്കലൊക്കെ ഓക്കെ ആയിട്ടായിരുന്നു വന്നത്. മെയ് 31 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്ലസ് ടുവിൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ടായത് ഒരു 2 ആഴ്ച വീട്ടിലുണ്ടായി. പിന്നെ ആദ്യം കെട്ടുമുട്ടലെടുത്തിട്ട് പോയി. പിന്നെ തൃശ്ശൂർ അവിടെ തുടങ്ങി, ക്ലാസ്സസ് തുടങ്ങി. അവിടെ ഒരു 3-4 മാസം ക്ലാസ് ഉണ്ടായിരുന്നു, സിമുലേറ്റർ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ, പിന്നെ എനിക്ക് എക്സാംസ് ഒന്നും ആദ്യം കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാംസ് കൊടുക്കണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു റോൾ നമ്പർ പോലെ, അത് എക്സാം എഴുതണമെങ്കിൽ അത് മാൻഡറ്ററി, അത് കിട്ടാൻ കുറച്ച് ലേറ്റായി. കാരണം ഒന്നുമില്ല, എക്സാമിൻ്റെ പ്ലസ് 2 സർട്ടിഫിക്കറ്റ് വരണമായിരുന്നു. അത് അയച്ചിട്ട് അതിൻ്റെ മറ്റേ അറ്റസ്റ്റേഷൻ ചെയ്തതും അതും ഇതും മറ്റേ ലോയറിൻ്റെ ഒപ്പം അഡ്വക്കേറ്റിൻ്റെ ഒപ്പം അത് ഇത് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരു അറ്റംപ്റ്റ് അങ്ങാണ്ട് കൊടുത്തായിരുന്നു, പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല. 66 മാർക്ക് കിട്ടി. അത് അങ്ങനെ പോയി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ എൻ്റെ 2 എക്സാം പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് കൊടുത്ത 2 എക്സാം ആയിരുന്നു. 2 എക്സാം അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു ടുണീഷ്യയിലേക്ക് പോക്കായി. അങ്ങനെ ഞാനിപ്പം ഏപ്രിൽ 15 തുടങ്ങി 3-4 മാസം എൻ്റെ ഗ്രൗണ്ട് ക്ലാസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ടുണീഷ്യയിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നവംബർ 6-നായിരുന്നു. നവംബർ 6-ന് പോയി. അവിടെ ഒരു മാസമൊന്നും ക്ലാസ്സസൊന്നും സ്റ്റാർട്ട് ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽസ് ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പം മെഡിക്കൽസൊക്കെ കഴിഞ്ഞ് അവിടെ അൽഹംദുലില്ലാ ആദ്യം എല്ലാവരും മെഡിക്കൽസൊക്കെ ഓക്കെ ആയി. പിന്നെ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് എന്ന് വെച്ചാൽ 560 hours നമുക്കവിടെ CPL ക്ലാസ്. 560 hours ക്ലാസ്, IR-ന് 200 hours. മൊത്തം നമുക്ക് 760 hours ഓൾമോസ്റ്റ് ക്ലാസ്സസ് മാത്രം വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ഫ്ലൈയിങ് വേറെയും. ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് 560 hours കംപ്ലീറ്റ് ആയി മറ്റേ CPL-ൻ്റെ. ഇനിയിപ്പം അവിടെ പോയി നമുക്ക് IR-ൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് ഫ്ലൈയിങ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ ദിവസം ക്ലാസ്സസ് തന്നെയായിരുന്നു. ഫ്ലൈയിങ്ങൊന്നും നമ്മൾ എയർക്രാഫ്റ്റൊന്നും 6 മാസത്തോളം കണ്ടിട്ട് വരില്ല, വെറും ക്ലാസ്സസ് ആയിരുന്നു. അതായത് എങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാം, പിന്നെ വെതർ, ലോസ് കാര്യങ്ങൾ, പിന്നെ നമ്മളെ ഹ്യൂമൻ പെർഫോമൻസ്, നമ്മളെങ്ങനെയാണ് എയർക്രാഫ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ ഇത്ര നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിന് മുൻകരുതലുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ വൈറ്റമിൻസ് എടുക്കണം, എന്തൊക്കെ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളത് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം എന്നിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരു മെയിൽ വന്ന്, നാളെ നിങ്ങളെ ഫ്ലൈറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒന്നരണ്ടായ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എത്രയോ ഞാനെന്തെങ്കിലും വെച്ചാൽ ഞാൻ 2ാം ക്ലാസ് 1ാം ക്ലാസ് തൊട്ട് ഈ പൈലറ്റാവണം പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞ് നാളെ നിങ്ങൾ ഫ്ലൈറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ തിരിയില്ല, അത് അനുഭവിച്ചാലേ തിരിയും. അങ്ങനെ ഞാനൊന്നും രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല, നാളത്തെ പോകേണ്ടത് ആലോചിച്ചിട്ട്. അങ്ങനെ രാവിലെ സുബഹിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, സമയമാകാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് സമയമായി. അങ്ങനെ യൂണിഫോമെല്ലാം ഭയങ്കര ആവേശമായിരുന്നു. ആവേശം എന്തെല്ലാം പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്ക് ഈ മറ്റേ കിൻഡർ ജോയ് എല്ലാം കിട്ടൂലേ, അതൊന്നുമല്ല, അതിനെക്കാട്ടി മേലെയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനങ്ങനെ പോയി. അപ്പം പിന്നെ എയർപോർട്ടിൽ എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ യൂണിഫോമിലിട്ട് എയർപോർട്ടിൽ നടക്കുമ്പോൾ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പൈലറ്റിനെ ഇങ്ങനെ നോക്കി, പൈലറ്റ് പോകുന്ന നോക്കും, ഉമ്മാടെല്ലാം പറയും പൈലറ്റിന് നോക്കിയാട്ടെന്ന് പറയും. അതുപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ വേറെ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ യൂണിഫോം ഇട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ അത് നമുക്കത് അനുഭവിച്ചാലേ അത് പറഞ്ഞാൽ അത് ആ ഒരു ഫീൽ കിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തി. ആദ്യം നമ്മൾ എയർപോർട്ടിൽ പോയി ചെന്നപാട് നമ്മൾ ഫ്ലൈറ്റ് പ്ലാൻ ഫയൽ ചെയ്യണം. അതായത് നമ്മൾ ഇന്ന ടൈം നമ്മളെ എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നുള്ളത് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് പ്ലാനൊക്കെ ഫയൽ ചെയ്ത് നമ്മൾ അന്നത്തെ നമ്മളെ മീറ്റിയോറോളജി ചാർട്ട് എന്ന് വെച്ചാൽ നമ്മളത് കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കും. ക്ലൗഡ്സ് ഉണ്ടോ, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, തണ്ടർ സ്റ്റോം ഉണ്ടോ, അങ്ങനെ കാറ്റ് അങ്ങനത്തെ വിൻഡ് അങ്ങനത്തെ എല്ലാം നമ്മൾ എത്ര ഉണ്ട് നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളപ്പം ചെക്ക് ഇന്നെല്ലാം ചെയ്യും. നമ്മുടെ ബാഗ് നോക്കും, എല്ലാം ഓക്കെ. സാധാ പാസഞ്ചേഴ്സ് പോകുന്ന പോലെ നമ്മൾ അവിടെ പാസ്പോർട്ട് കാണിക്കണം. നമുക്ക് പാസഞ്ചേഴ്സ് പോകുന്ന കുട്ടിയല്ല, നമുക്ക് അപ്പുറം വേറെ പൈലറ്റ്സ് സ്റ്റാഫ്സൊക്കെ പോകുന്നൊരു ഏരിയ ഉണ്ട്. അതിലോട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കിടക്കുക. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എയർപോർട്ടിന് പുറത്തേക്ക് ആ എയർക്രാഫ്റ്റൊക്കെ പാർക്ക് ചെയ്യുന്ന. അപ്പം ഇങ്ങനെ പോവുക, എല്ലാവരും ഇങ്ങനെ
വേറെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, വേറെ ലാൻഡ് ചെയ്യുന്നുണ്ട്, വേറെ എയർക്രാഫ്റ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാനെന്നെല്ലാം വെച്ചാൽ പണ്ടേ ഈ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ് മരിക്കല. ഒന്നല്ല, ഇതിൻ്റെ അടുത്ത് ഞാൻ എത്ര ഒരു 2 കൊല്ലം മുന്നേ ഒരു 11 മണി ആ സമയമായിട്ടുണ്ട് രാത്രി ഒരു എയർക്രാഫ്റ്റിൻ്റെ സൗണ്ട്. ഞാൻ അപ്പം വെറുതെ ഫ്ലൈറ്റ് റഡാർ എടുത്ത് നോക്കിയിട്ടും എത്തിയാദ് എയർവേസും വേറെ ഒരു ഖത്തർ എയർവേസും കൊളംബോന്നും വേറെ എവിടുന്നോ ഇങ്ങനെ ആകാശത്തോട്ട് പോകുന്ന ഞാൻ കണ്ട്. അപ്പോൾ നമ്മളെ മേലോട്ടാന്ന് കണ്ടരം ഞാൻ അപ്പോൾ ഡോറെല്ലാം തുറന്ന് പുറത്തേക്ക് ഓടി എയർക്രാഫ്റ്റ് കാണാൻ. ഈ വലുതായി ഞാൻ എയർക്രാഫ്റ്റ് കാണാൻ ഓടി പുറത്തേക്ക്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അന്ന് മഴക്കാലമായതുകൊണ്ട് എയർക്രാഫ്റ്റ് കണ്ടിട്ടില്ല. ഉമ്മ എന്നോട് വന്നിട്ട് ചോദിച്ചു, നീ എടുപ്പെടുത്തേക്ക്. ഞാൻ പറഞ്ഞു, പ്ലെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു പ്ലെയിനോ അവൻ്റെ അങ്ങനെ അത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എയർക്രാഫ്റ്റ് കാണാമെന്നല്ല വെച്ചാൽ. ഇപ്പോൾ ഞാനിപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ സൗണ്ടെല്ലാം കേട്ടാൽ തിന്ന് നടക്കുന്നതായാലും പോയിട്ട് നോക്കുക ആ എയർക്രാഫ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ആകാശത്ത് നിന്ന് കണ്ടത് നേരിട്ട് ഇങ്ങനെ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്ത് അതിൻ്റെ സൈഡിലോട്ടെല്ലാം നടക്കുമ്പോൾ ആ ഒരു ഫീൽ ഭയങ്കര തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ട് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ അവിടെ എത്തി. എയർക്രാഫ്റ്റിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഛർദ്ദിക്കാൻ പറ്റുന്നത് നമുക്കൊരു കവർ ഫസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞൊരു കവർ എടുക്കണം. അഥവാ വോമിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വോമിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കവറിൽ വോമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ആദ്യം നമ്മൾ 2-3 സ്റ്റുഡൻസ് പോയി, ഇൻസ്ട്രക്ടർ പോയത്. അപ്പോൾ സ്റ്റുഡൻസ് പോയി ഇങ്ങനെ ഒരാൾ പോയി ടേക്ക് ഓഫ് 1 മണിക്കൂറാണ് ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി. അന്ന് കുറച്ചൊരു 12 ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടർബുലൻസ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഈ കൺവെക്റ്റീവ് ടർബുലൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ ഉച്ചക്കെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പേരത് ഒന്നും ഉണ്ടാവില്ല, മേഘമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര കുലുക്കായിരിക്കും എയർക്രാഫ്റ്റ്. ആ ഒരു ടൈമായിരുന്നു നമ്മളെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ 2-3 സ്റ്റുഡൻസ് പോയി, അവരിറങ്ങി, പിന്നെ അടുത്താൾ പോയി, നമുക്കിങ്ങനെ ഇറങ്ങി, പിന്നെ വന്നത് എൻ്റെത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കയറുക, ഭയങ്കര ആവേശമാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ടറാണെങ്കിൽ ഭയങ്കര തിരക്കാക്കുക. അവർ വേറെ സ്റ്റുഡൻസും ഫ്ലൈ ചെയ്യാനുണ്ട്. അപ്പം ബാക്കിൽ എൻ്റെ വേറൊരു സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എയർക്രാഫ്റ്റിൽ കയറിയിരുന്ന് അപ്പുറം എൻ്റെ ഇൻസ്ട്രക്ടർ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, മുഹമ്മദ് ഹൗ ആർ യു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ക്യാപ്റ്റൻ ഗുഡ്, ഐ ആം ഗുഡ്, ഹാവിങ് ഗുഡ് ഡേ എല്ലാം പറഞ്ഞിങ്ങനെ. എന്നോട് പറഞ്ഞു, മുഹമ്മദ് പുത്തക്കി എന്ന് പറഞ്ഞു. പുത്തക്കിയാ? എനിക്ക് സംഭവം എന്താ തിരിയുന്നില്ല. 4-5 വട്ടം പറഞ്ഞു, മുഹമ്മദ് പുത്തക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്യാപ്റ്റൻ പുത്തക്കി എന്ന് പറഞ്ഞു. എനിക്ക് സംഭവം എന്താ തിരിയുന്നില്ല. അപ്പോൾ ഇൻസ്ട്രക്ടർ ബാക്കിലിരിക്കുന്നവരോട് പറഞ്ഞ്, അപ്പോൾ ഇവനോടൊന്ന് പറഞ്ഞാട്ടെ പുത്തക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. മുഹമ്മദ് ആ ചാവി എടുത്തിട്ട് തിരിക്കുന്ന പറഞ്ഞു, ചാവി എടുത്തിടാനാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ട് പുത്തക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ ഒന്നാമത് ഈ എയർക്രാഫ്റ്റിൽ ആദ്യമായിട്ട് കണ്ട ആവേശത്തിലാണ്. ഈ പൊട്ടൻ ലോട്ടറി അടിക്കാൻ എന്തെങ്കിലും പറയുന്ന പോലെ ആദ്യമായിട്ട് എയർക്രാഫ്റ്റിലും കണ്ട അപ്പനോട് പുത്തക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സംഭവം ഓടിയിട്ടില്ല. അപ്പോൾ അവനോട് പറഞ്ഞു പുത്തക്കി എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് ആ ചാവി എടുത്തിട്ട് തിരിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു, ഓ ആ പുത്തക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോട്ടിട്ട് തിരിച്ച്. അങ്ങനെ എയർക്രാഫ്റ്റ് നമ്മൾ ചെക്ക് ലിസ്റ്റൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാം ഓക്കെ. നമ്മളിങ്ങനെ റൺവേയിലോട്ട് ഇങ്ങനെ പോയി. അപ്പം നമുക്കിങ്ങനെ ചെറുങ്ങനെ കൺട്രോൾസൊക്കെ തരും. ആദ്യം തന്നെ ഇങ്ങനെയാണ് ടാക്സി ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തരും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഹോൾഡ് ഷോട്ടിലൊക്കെ നിന്ന് അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന സമയം ഒരു എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എയർക്രാഫ്റ്റ് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ലാൻഡ് ചെയ്ത് ആ എയർക്രാഫ്റ്റ് റൺവേ വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൺവേയിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ക്ലിയർ ഫോർ ടേക്ക് ഓഫ്. നമ്മൾ 0 Fox Alpha നമ്മളൊരു കോൾ സൈൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു ക്ലിയർ ഫോർ ടേക്ക് ഓഫ്, നിങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ ക്ലിയറൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ക്ലിയർ ഫോർ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ് അപ്പം ഇൻസ്ട്രക്ടർ ടോട്ടൽ ഫുള്ള് കൊടുത്ത് പവർ ഫുള്ള് കൊടുത്ത് എയർക്രാഫ്റ്റ് നീങ്ങാൻ തുടങ്ങി. ആ ഒരു സ്പീഡിലേക്ക് ഇങ്ങനെ പോയിട്ട് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ആയി. ടേക്ക് ഓഫ് ആകുമ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുക, ഞാൻ ഉള്ളൊന്നും ഞാൻ കാണുന്നില്ല, ഇങ്ങനെ നോക്കുന്ന പുറത്ത്. അല്ല എന്തെല്ലാം ഈ കാണുന്നതിലുള്ളൊരിതിൽ ഇത്രയും കാലം ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ആയി ആകാശത്തെത്തിയേരം തുടങ്ങിയ കുലുക്കെന്നെല്ലാം പറഞ്ഞ ഒരു 1.5 കുലുക്കോ. എനിക്കാണെങ്കിൽ ഉള്ളിൽ ചെറിയ പേടിയുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇത് സ്റ്റുഡൻറ്റ് പൈലറ്റ് അല്ലേ, നമ്മളിപ്പോൾ പൈലറ്റ് ആവേണ്ട ആൾക്കാരല്ലേ. ഈ ടർബുലൻസ് കണ്ടിട്ട് പേടിയാന്ന് പറഞ്ഞാൽ എന്താക്കല്, ചെറിയൊരു പേടി, വലിയ പേടിയൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ആകാശത്തൊക്കെ പോയി എനിക്കിങ്ങനെ ചെറിയ കൺട്രോൾസ് തന്നു. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ എയർക്രാഫ്റ്റ് മെല്ലെ ഇങ്ങനെ ചിരിയാൻ തുടങ്ങി. ഭയങ്കര രസമായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ആ 1 മണിക്കൂർ നമ്മളോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോൾ എനിക്ക് പേടിയുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പേടി, അല്ല നമുക്കെല്ലാം അറിയാം നമുക്ക് പേടിയുണ്ടോ ഇല്ലയോ. പറഞ്ഞു പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ശരിക്കും തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എയർക്രാഫ്റ്റ് നമ്മൾ 1 മണിക്കൂർ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഓരോ എക്സസൈസ് ചെയ്ത് ടേൺ ചെയ്ത് ഓരോ അപ്പുറത്തേക്ക് ടേൺ ചെയ്ത് ക്ലൈംബ് ചെയ്ത് ഡിസെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ലാൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഫസ്റ്റ് ഡേ സ്റ്റുഡൻറ്റ് പൈലറ്റായിട്ട് ഫ്ലൈ ചെയ്ത ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ 2ാമത്തെ ദിവസം വരുന്ന കുറച്ചൊരു ചൂടനായിട്ടുള്ളൊരു ഇൻസ്ട്രക്ടർ പേരായിരുന്നു, ഒരു കലീലി എന്ന് പറഞ്ഞ ഒരാൾ. ഒയ്യോ കലമ്പ് എന്നെല്ലാം പറഞ്ഞാൽ അന്നെല്ലാം ആകാശത്തിട്ട് അയാൾ പൊരിച്ചു. 2ാമത്തെ ദിവസം എന്നോട് അയാൾ ക്യാപ്റ്റനോട് സംസാരിക്കുന്നവരെ അതൊന്നുമല്ല, നമുക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണത്. ആകാശത്ത് പറ്റി ഒരു 1.5 കാലം പനക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഇയാളാണെങ്കിൽ ചെവീൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ
ഒച്ചപ്പാടാക്കുക, മറ്റേ ഹെഡ്സെറ്റും ഉണ്ട്. എന്തൊരു കലമ്പ് എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ. ഓഹ്, നമ്മൾ ഒരുമിച്ചുണ്ടായ സ്റ്റുഡൻസിൽ അയാളെ കരിമ്പിട്ടിട്ട് കരഞ്ഞാണ്. കരച്ചിലെന്നെല്ലാം പറഞ്ഞാൽ താഴിലിറങ്ങിയിട്ട് കണ്ണെന്തെല്ലാം ഇങ്ങനെ വെള്ളം വരും, തുടച്ചുകൊണ്ടേ വരുന്നു. അയ്യോ എനിക്ക് കുറേ കലമ്പെല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. രണ്ടാമത്തെ ദിവസമായിരുന്നു നമുക്കുണ്ടായത്. രണ്ടാമത്തെ ദിവസം കലമ്പോടെ കലമ്പി ലാസ്റ്റ് അതാ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിന് ശേഷം എല്ലാം വീട്ടിൽ പോയി ഇരുന്ന് പഠിച്ച്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇന്ന് ഇൻസ്ട്രക്ടർ എടുത്ത് പറഞ്ഞു, അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കിയിട്ട് പോയി. അപ്പോൾ ഇൻസ്ട്രക്ടർ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കഴിഞ്ഞ ഇതിൽ കലമ്പ് കിട്ടിയോണ്ടായിരിക്കും നിങ്ങൾ ഇന്ന് നല്ലോണം ഫ്ലൈ ചെയ്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു 15 hours 16 hours എൻ്റെ കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്നത് ഫസ്റ്റ് സോളോ, അതായത് ഫസ്റ്റ് ഒറ്റയ്ക്ക് നമ്മൾ സ്റ്റുഡൻറ്റ് പൈലറ്റായിട്ട് ഫ്ലൈ ചെയ്യുന്ന കാലം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാനത് ഫസ്റ്റത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സോളോ റിലീസ് ഉണ്ട്, 3 ചെക്സ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ സോളോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മെയിൽ വരും, നമ്മുടെ ഷെഡ്യൂൾ വരുന്ന പോലെ മെയിൽ വരും, നിങ്ങൾക്ക് നാളെ ഫ്ലൈയിങ് ഉണ്ട്, നാളെ നിങ്ങൾ സോളോ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റത്തെ ദിവസം ഇങ്ങനെ ഇത് വന്ന് ഭയങ്കര ആവേശത്തിൽ സ്ട്രൈപ്സൊക്കെ എടുത്ത് ബാഗിലൊക്കെ വെച്ച്, മറ്റേ വെള്ളം കോരി വെച്ചാൽ മറ്റേ മാറ്റിയിടേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന് രാവിലെ ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് ഭയങ്കര പ്യാപ്പള മറ്റേ കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ എല്ലാം ഇട്ട് ഇങ്ങനെ അടി ഇരിക്കുക. അപ്പം ഇങ്ങനെ എല്ലാം ഇട്ട് ഇങ്ങനെ. അപ്പം ടൈമായി, ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ്, ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ഡ്യൂ ടു വെതർ. അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് കയറി കുപ്പായൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ പിന്നത്തെ ദിവസം അതേപോലെ തന്നെ മാറ്റി ഇറങ്ങി, അന്നും വെതർ കാരണം നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ വന്നു, നാളെ സോളോ ഉണ്ടാകുന്ന പറഞ്ഞിട്ട്. ഞാൻ കുറേ ഇത് വരച്ചുള്ള എന്തെങ്കിലും ഒന്ന് സോളോ ഫ്ലൈ ചെയ്യാൻ പറ്റണേ അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പം നമ്മൾ രാവിലെയായി ഫസ്റ്റത്തെ സോളോക്കുള്ള ടൈം. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി, വെതറൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു വിചാരിച്ച് പോയി. അപ്പോൾ അന്ന് ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ് അന്നായിരുന്നു ഉണ്ടായത്, June 16 10 അങ്ങനെ എന്തോ ആയിരുന്നു, ശരിക്കും ഓർമ്മയില്ല, 10 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ എണീച്ച് അങ്ങനെ എയർപോർട്ടിലേക്ക് പോയി ഫ്ലൈറ്റ് പ്ലാനൊക്കെ ഫയൽ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ മെറ്റിയോറോളജിക്കൽ ചാർട്ട്സൊക്കെ നോക്കി, അതൊക്കെ കംപ്ലീറ്റ് ആണ്, അതൊക്കെ ഓക്കെയാണ് നോക്കി നേരെ എയർക്രാഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം പറഞ്ഞ് ഇങ്ങനെയാണ് ഉണ്ടാവുക, പേടിക്കാനൊന്നുമില്ല, നീ ഇതിന് കേപ്പബിളാണ്, അതുകൊണ്ടാണ് നിന്നെ സോളോക്ക് വിടുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ അതിനുണ്ട എക്സൈറ്റ്മെൻറ്റും അതോടൊപ്പം പേടിയും എല്ലാം ഉണ്ടാവും. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എനിക്ക് ആ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒറ്റയ്ക്ക് ഓടിക്കാനുള്ളത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് 3 ചെക്സ് ഉണ്ടാവും. 3 വട്ടം നമ്മൾ ടേക്ക് ഓഫ് ലാൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ഒക്കെ ഇൻസ്ട്രക്ടർ ഇപ്പോൾ ഇരിക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞ് ലാൻഡ് ചെയ്ത്, പിന്നത്തെ ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ചെയ്ത്, പിന്നെയും ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ബാ നമുക്ക് ഏപ്രിലേക്ക് തിരിക്കാമെന്ന് പറഞ്ഞു. ഏപ്രിലേക്ക് തിരിച്ചപ്പോൾ അപ്പോൾ എന്നോട് പോകുമ്പോൾ നിങ്ങളിങ്ങനെ റൺവേയിൽ നിന്ന് ഇങ്ങനെ വെക്കേറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞ്, നിനക്കിന്ന് പോകാൻ പറ്റില്ല, നീ ഇന്ന് ഓക്കെ അല്ല, നീ ഇന്ന് ഓടിച്ചത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആകെ സങ്കടമായി. ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെ 3 ദിവസം വന്ന് തിരിച്ചു പോയിട്ട് ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആഘോഷിക്കാമെന്ന് പോവുക, വെക്കേറ്റ് ചെയ്യുന്ന ഇപ്പോൾ സാർ ഇറങ്ങിപ്പോൾ എന്നോട് പോയിക്കോന്ന് പറയും. എന്നോട് പറഞ്ഞു നീ ഇന്ന് പോകാൻ പറ്റില്ല, നീ ഇന്ന് പോകാൻ കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞു. ഞാനാകെ ടെൻഷനായി. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡെസ്പായ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ക്യാപ്റ്റനൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു, അല്ല ഇനി ഇന്നും പോകാൻ കഴിയില്ല, ഇപ്പം നാളെ ആദ്യം ഇതുപോലെ വരണ്ടേ എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ നിന്ന്. അപ്പോൾ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്ത് ഇൻസ്ട്രക്ടർ ഇറങ്ങിയിട്ട് പറഞ്ഞു പോടെന്ന് പറഞ്ഞു. അയാളോട് പറഞ്ഞു പോട് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്ട്രക്ടർ സൈനിട്ട് പറഞ്ഞ് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എയർക്രാഫ്റ്റ് അപ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് റൺവേയിലേക്ക് ഇങ്ങനെ മെല്ലെ പോയി. അപ്പോൾ ഇൻസ്ട്രക്ടർ വേറൊരു കാറിൽ അവിടെ വന്ന് നിൽക്കും റൺവേൻ്റെ അടുത്ത്. അപ്പോൾ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും, മുഹമ്മദ് ഇതാണ് ഇങ്ങനെ കുറച്ച് ഇതാവാണ്ട്, കുറച്ച് ക്ലൈംബ് ചെയ്യാണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ലാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലെയർ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ റൺവേൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങനെ മെല്ലെ റൺവേയിലേക്ക് ചെയ്ത് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ആയിട്ട് കുറേ ദുബാർക്കെല്ലാം ചെയ്ത്. അപ്പം ഫസ്റ്റ് എന്നിട്ട് ഇങ്ങനെ കൊടുത്ത ആ ഒരു ഫസ്റ്റ് ഉണ്ടാവില്ല ഒരു പേടി, എന്താ പറയുക, അതൊരു പറഞ്ഞാൽ തിരിയില്ല, അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഫുള്ള് പവർ കൊടുത്ത് ടേക്ക് ഓഫ് ചെയ്തില്ലേ, ഇനിയിപ്പം താഴെ ഇറക്കിയാലേ പറ്റൂ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഒന്ന് പേടിക്കാത്ത പോലെ കളിച്ചു, ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. ഇപ്പം ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ ഫസ്റ്റത്തെ ലെഗ് അത് കഴിഞ്ഞ് പിന്നെ മേലേക്ക് കയറി പിന്നെ ഡൗൺവിലേക്ക് കയറും. അത് കയറി ഇങ്ങനെ വന്ന് ബേസ് ഫൈനൽ അങ്ങനെ ലാൻഡ് ചെയ്യുക. അപ്പം ബേസിലേക്ക് ഇങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ റൺവേ കാണും, ഒരു 1000 ഫീറ്റിലാണ് നമ്മൾ ഡൗൺവില്ലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ മെല്ലെ ബേസിലേക്ക് ടേൺ ചെയ്ത് പിന്നെ അത് ആദ്യം പിന്നെ ഫൈനൽസിലേക്ക് തിരിഞ്ഞ് ഫൈനൽസിലെത്തിയാലാണ് കുറച്ച് പേടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിൻ്റെ ഫേസിലെത്തി. അപ്പം നമ്മൾ
എയർക്രാഫ്റ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഗ്ലൈഡ് മെയിൻറ്റെയിൻ ചെയ്യണം, സെൻട്രൽ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യണം, വിൻഡ് ഉണ്ടെങ്കിൽ അതിന് കറക്കം കൂടി ചെയ്യണം. എല്ലാം ഒരുമിച്ചായിരിക്കണം ചെയ്യേണ്ടത്. എല്ലാം നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കണ്ണ് പുറത്ത് അങ്ങനെ ആക്കിയിട്ട് ഉണ്ടാവണം. അതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻസ്ട്രക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, മുഹമ്മദ് ഫ്ലെയർ അങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ ആ ഒരു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുണ്ടാവും, എൻ്റെ പേജിലുണ്ടത്. അതിങ്ങനെ എന്നിട്ട് പെട്ടെന്ന് വന്നിങ്ങനെ ലാൻഡ് ചെയ്ത് അവിടെ എത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ ക്യാപ്റ്റൻ കൈയൊക്കെ തന്ന് സ്ട്രൈപ്സൊക്കെ ഇട്ട് തന്ന് മറ്റേ ആ വെള്ളം കോരി വെച്ച് തലയിലോട്ട്. അതൊരു ഏവിയേഷനിലൊരു ആചാരമായി. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് അപ്പം കൊണ്ട് പോവുക, പെണ്ണിനെ കാണാൻ പോകുക എന്നെല്ലാം പറയുന്ന പോലെ ഫസ്റ്റ് സോളോ കഴിഞ്ഞ് തലയിലോട്ട് വെള്ളം കോരി വയ്ക്കൽ ഈ ഏവിയേഷനിലൊരു ആചാരമാണ്. അതുപോലെയായിരുന്നു ഞാൻ അന്ന് കുറേ കരഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ കുറേ കാലം ആഗ്രഹിച്ച് കിട്ടിയൊരു സംഭവം അവർ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ലിവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗാണ്. ഞാൻ ആദ്യം ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ മെസ്സേജ് അയച്ചത് ഉപ്പാക്കും ഉമ്മാക്കോ ഞാൻ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മയെല്ലാം പറഞ്ഞു അൽഹംദുലില്ലാ, ഉമ്മയെല്ലാം ആടുന്ന് ഇരുന്ന് ദ്വാരക്കെന്നുള്ള ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി തരണേ പഠിച്ചോനെന്നുള്ളതിൽ അവർക്കും ഉണ്ടാവില്ല പേടി. എൻ്റെ സ്വന്തം മോനെ ഇങ്ങനെ ആദ്യമായിട്ട് എയർക്രാഫ്റ്റ് എടുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പറക്കാമെന്നെല്ലാം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി എല്ലാവരോടും പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് സോളോ കഴിഞ്ഞ് ഉപ്പാക്കും മക്കളും അന്നേരം ഞാൻ തന്നെ വീഡിയോ അയച്ചു കൊടുത്ത്. ഇപ്പോൾ ഇന്നിവിടെ ഞാൻ നിൽക്കാൻ കാരണം അവർ രണ്ടാൾ മാത്രമാണ്. ഒന്നാമത് ഉപ്പ ഉമ്മ അവർ രണ്ടാളും തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവർ രണ്ടാളും പ്രാർത്ഥന കൂടിയാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ കാരണം. ഇപ്പോൾ തന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ മെൻ്റലി ആയാലും ഫിനാൻഷ്യലി ആയാലും തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അത് നിങ്ങൾക്കത് പറഞ്ഞാൽ തിരിയില്ല. അതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അത് പൈലറ്റ് ആവണമെങ്കിൽ എത്രമാത്രം ചിലവുണ്ട്. എന്നോട് ഇന്നേ വരെ ഇപ്പോൾ പറഞ്ഞില്ല നീ ഇങ്ങനെ പൈലറ്റ് ആവേണ്ട, നിനക്ക് വേറെ എന്തെങ്കിലും പഠിച്ചുകൂടെ, ഇത്ര ചിലവുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നോട് പറഞ്ഞ് ഓക്കെ നിനക്കത് ഇഷ്ടമെങ്കിൽ നീ അത് പഠിച്ചോ, ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ തന്നെ വിട്ടുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ അൽഹംദുലില്ലാ 50 hours കംപ്ലീറ്റ് ആയി. നമുക്ക് എന്തായാലും ഇനിയുണ്ട് ഒരു 150 hours ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.